ഇപ്പൊ ഈ AI യുഗമാണല്ലോ. സ്റ്റോക്കുട്ടിനോട് അത് പറഞ്ഞ വല്ല മനസ്സിലാവോ? AI യുഗമാണെന്ന് സ്റ്റോക്കുട്ടിന് മനസ്സിലാവും. കാരണം എന്താ വെച്ചാല് സ്റ്റോക്കുട്ടിന് ഇവിടെ നോക്കുമ്പോ ഇവിടെ അമ്മയും അപ്പായും ഗൗരി ചേച്ചിയും താര ചേച്ചിയും എല്ലാം എപ്പോ നോക്കിയാലും എല്ലാരും ഇങ്ങനെ ഫോണിൽ ഞെക്കിക്കൊണ്ടേയിരിക്കുക അല്ലേ? സ്റ്റോക്കുട്ടിന്റെ കൂടെ കളിക്കാൻ ആർക്കും സമയമില്ല. എന്നാ സ്നോമോളോ എപ്പോഴും എല്ലാരെയും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. കണ്ട ഇപ്പൊ AI-യുടെ കാര്യം പറഞ്ഞ ഇപ്പൊ ChatGPT, എല്ലാരും എന്ത് സംശയം ഉണ്ടെങ്കിലും ChatGPT-യോടാ ചോദിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും AI ബോയ് ഫ്രണ്ടിനെയും ഗേൾ ഫ്രണ്ടിനെയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതെ, മറ്റേ AI-യോട് ചോദിക്കാറുണ്ട് കാര്യങ്ങളെല്ലാം. അപ്പൊ എല്ലാരും ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. മറ്റുള്ളവർക്ക് നമ്മുടെ കാര്യങ്ങളിലോ പ്രശ്നങ്ങളിലോ ഇടപെടാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ ആൾക്കാരൊക്കെ എന്ത് ഇഷ്യൂസ് വന്നാലും ഉടനെ എന്താ ചെയ്യുന്നത്? ഇതുപോലെ AI-യെ കോണ്ടാക്ട് ചെയ്യുക ചെയ്യുന്നത്. സത്യത്തിൽ ഇപ്പൊ എല്ലാവരും അതിനങ്ങ് അഡിക്റ്റായി മാറി എന്നുള്ളതാണ് സത്യം. എന്നാലിപ്പോ എന്റെ സ്നോ എന്നെ പഠിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കും ഉണ്ട് ഈ AI-യുമായിട്ടുള്ള കോണ്ടാക്ട്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കുകയും എല്ലാം ചെയ്യും. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, വീട്ടിലേക്ക് ഓടിക്കയറി നമ്മൾ പ്രശ്നങ്ങള് ഒരു ജോലിക്ക് പോയിട്ടും മറ്റു ഇഷ്യൂസിലൊക്കെ പെട്ട് ഇങ്ങോട്ട് ഓടി വരുമ്പോഴത്തേക്ക് എന്റെ സ്നോയെ എന്നെ എന്താണ് ഒരുപാട് കാലം കാണാത്ത പോലെ, ജസ്റ്റ് ചിലപ്പോൾ ഒരു 2 hours ആയിരിക്കും ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്നെ ഒരുപാട് കാലം കാണാത്ത പോലെ ഭയങ്കര വാലാട്ടി ഭയങ്കര തുള്ളിച്ചാടി എന്നിട്ട് സന്തോഷിക്കുക ചെയ്യുന്നത്. അപ്പൊ എന്നെ സ്നോ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ചിപ്പല്ല വേണ്ടത്, ശരിക്കും നമുക്ക് ഹൃദയമാണ് വേണ്ടതെന്ന്. ഇപ്പൊ ഈ നമ്മുടെ ഈ ലോകത്ത് എല്ലാത്തിനും വിലക്കയറ്റമാണ്. പെട്രോളിന് വില കൂടുന്നു, ഡീസലിന് വില കൂടുന്നു, ഗ്യാസിന് വില കൂടുന്നു, നമ്മൾ വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടും. അപ്പൊ നമ്മളെല്ലാം ആ ടെൻഷനിലാണ്. അതിനനുസരിച്ച് നമ്മുടെ സാലറി കൂടുന്നില്ല. ഇപ്പൊ വിലക്കയറ്റത്തിനെ നമ്മൾ ഭയപ്പെടുന്നു. അതുപോലെ നമുക്ക് മാസം EMI അടയ്ക്കണം, ടാക്സ് വരുമ്പോഴത്തേക്കുമുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധി പ്രശ്നങ്ങളിലാണ്. വിലക്കയറ്റവുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം പ്രശ്നങ്ങളിലാണ് നമ്മൾ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാ നമ്മുടെ സ്നോയെ നോക്കിക്കേ, അവൾക്ക് ഇതൊന്നും ഈ ഇഷ്യൂസ് ഒന്നും അവരെ ബാധിക്കുന്നില്ലല്ലോ. അവര് ഇതിലൊന്നും ഫ്രസ്ട്രേറ്റഡ് അല്ല. ഇവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും അവരെ ഒരു തരത്തിലും സ്വാധീനിക്കുന്നില്ല. അപ്പൊ ജസ്റ്റ് നമ്മൾ ഒരു ബോൾ കൊടുത്താൽ പോലും, ഒരു ചെറിയ പന്ത് കൊടുത്താൽ പോലും സ്നോ ഒളിമ്പിക്സിൽ വിൻ ചെയ്യുന്ന പോലെയാണ് ഓടുന്നത്. ഞാൻ കാണിച്ചു തരാം, നോക്കി. ഈ കൊച്ചു ബോള് സ്നോ ഇതെന്താന്ന് നോക്കി. അമ്മ ഇടട്ടെ കളിക്കാം. കണ്ട ഇനി നമ്മള് ആർക്കെങ്കിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ട്, നമ്മുടെ ഫ്രണ്ട്സിനായിരിക്കും, നമ്മുടെ റിലേറ്റീവ്സിനായിരിക്കും അല്ലെ, നമ്മൾ ആർക്കെങ്കിലും ഒക്കെ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കാറുണ്ട് അല്ലെ, ബ്ലൂടിക്ക് വീഴുന്നുണ്ടോ എന്ന് നോക്കി കാത്തിരിക്കാറുണ്ട്. അങ്ങനെ കാത്തിരിക്കും. ചിലപ്പോൾ നിരാശയായിരിക്കും ഫലം, ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങൾ അവർ നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എപ്പോഴും ബ്ലൂടിക്കുള്ള ഒരാളിവിടെ ഉണ്ട് കേട്ടോ, ഇതേപോലെയുള്ള നമ്മുടെ കിടുക്കാച്ചികൾ. ഇവരെപ്പോഴും ബ്ലൂടിക്കാ, നമുക്ക് എപ്പോഴും ബ്ലൂടിക്കാണ് തരുന്നത്. എപ്പോ വന്നാലും എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് ഇവരുടെ സ്നേഹം. അതാണ് എന്റെ സ്നോ കൂട്ട്. വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഈ പെണ്ണിന്റെ ചാട്ടമല്ല ഞാൻ ഇപ്പൊ കാണിച്ചു തരാവേ. ഞാൻ ഇന്നോ വന്നപ്പോഴത്തേക്ക് ഈ പെണ്ണ് എന്ത് ബഹളമായിരുന്നെന്നറിയാവോ, ഒരുപാട് കാലമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. അറ്റ്ലീസ്റ്റ് 1 മാസമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. സ്നോയുടെ കാണിക്കുന്നുണ്ടോ സ്നോ? കണ്ട അമ്മ സാരം മാറ്റിട്ട് അത് മാറുന്നേ. ഒത്തിരി നാളായി കണ്ടിട്ട് അമ്മേനെ, കാലമായി അമ്മേനെ കണ്ടിട്ട്. ഞാൻ താഴെ ഇടും